IFFKയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു രക്തദാന ഇതും കൂടെ നടക്കുകയാണ്. അപ്പോൾ ഒരു സന്നദ്ധ രക്തദാനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഡോണേഴ്സ് താല്പര്യമുള്ളവർ വന്ന് രക്തദാനം ചെയ്യുകയാണ്. ഞങ്ങൾ RCC നിന്നാണ് വന്നിട്ടുള്ളത്. ഈ രക്തം നമ്മളിനി നമ്മളുടെ ബ്ലഡ് ബാങ്കിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് രോഗികൾക്ക് ആവശ്യത്തിന്, പ്രത്യേകിച്ചും RCC പോലത്തെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് സന്നദ്ധ രക്തദാനം നമ്മൾ വളരെയേറെ ആവശ്യമുള്ളൊരു സ്ഥലമാണ്. കാരണം അത്രയേറെ രോഗികളാണ് അവിടെ വരുന്നത്. അപ്പം ഇങ്ങനൊരു മഹത്തായ കാര്യം ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇടയിലും ഇതും കൂടെ ഉൾപ്പെടുത്തി IFFKയ്ക്ക് എല്ലാവിധ ആശംസകളും. അവരെ കൂടെ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. പോൾ ബ്ലഡ് എന്ന് പറഞ്ഞ അവരുടെ സഹകരണവും KSBTCയും എല്ലാം ഇവരുടെ എല്ലാം സഹകരണത്തോടെയാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. ഇതാ ഇവിടെ എത്തുന്നവരുടെ പ്രതികരണം നല്ല പ്രതികരണമാണ്. ആളുകൾ വരുന്നുണ്ട്. എനിക്കൊന്ന് അറിഞ്ഞാണ് ആളുകൾ കൂടുതലും വരുന്നത് രക്തദാനത്തിനായിട്ട്. അപ്പം അങ്ങനെ ഇത് നടക്കുന്നു എന്ന് അറിഞ്ഞ ആളുകൾ വരുന്നു. കളക്ട് ചെയ്യാൻ പറ്റുമോ അത്യാവശ്യം? പിന്നെ കളക്ഷൻ നടക്കുന്നു. സെലിബ്രിറ്റികളൊക്കെ ബ്ലഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ബ്ലഡ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ പോലീസിന്റെ സഹകരണത്തോടെ സർക്കാർ നടത്തും. പോലീസിന്റെ പോൾ ബ്ലഡ് എന്ന ഒരു ഗ്രൂപ്പിന്റെ സഹായത്തോടെ ആണ് നടക്കുന്നത്. ഫെസ്റ്റിവലിൽ വരുന്നതിനൊപ്പം തന്നെയാണ് ബ്ലഡ് കൊടുത്തിരിക്കുന്നത്. അതെ, അപ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പ്രത്യേക ഒരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ IFKയിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു തിയേറ്ററാണെന്ന്. ഇവിടെ സിനിമയ്ക്ക് കയറുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നത്തെ ആദ്യമായിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നത് കണ്ടത്. അവർ ചോദിച്ചപ്പോൾ ശരി ഞാൻ ചെയ്യാൻ തുടങ്ങും. കാരണം ഞാൻ ലാസ്റ്റ് കൊടുത്തത് ഏപ്രിലായിരുന്നു. അതും ടെക്നോ പാർക്കിനകത്തുള്ള ഒരു ശ്രീചിത്രയുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലായിരുന്നു. അങ്ങനെ അപ്പം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ആണ് അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ. ബ്ലഡ് കൊടുത്തിട്ട് സിനിമ കാണാനുള്ള ആരോഗ്യം ഉണ്ടാവുമോ? അതുണ്ട്, തീർച്ചയായും. ബ്ലഡ് പോയ പേരും തന്നെ തിരിച്ചു വരുമല്ലോ, അതുകൊണ്ട് ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏത് സിനിമയാണ് കാണാൻ നോക്കുന്നത്? ഞാൻ നോക്കിയില്ല. ഞാനിപ്പോൾ ഇന്ന് മോർണിംഗ് ഇവിടെ ലാൻഡ് ചെയ്തോളൂ. അപ്പം നോക്കിയിട്ട് വേണം കയറാൻ. അപ്പോൾ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ വർഷത്തെ എൻ്റെ രണ്ടാമത്തെയാണ്. കഴിഞ്ഞ എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. IFFK വന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു പറയല്ലേ? എന്തോ IFFKയിൽ വന്നിട്ട് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ പറയണം. ശരിക്കും അത് ആദ്യമായിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് ഭാഗമായി ഒരുപാട് സന്തോഷം. അപ്പോൾ IFFKയിൽ വന്നിട്ട് ബ്ലഡ് കൊടുക്കുക, അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ്സ് കേരളയുടെ ഒരു വോളണ്ടിയറാണ്. പക്ഷേ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. HB എപ്പോഴും ലോ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം HB ഉണ്ട്, എന്നാൽ കൊടുക്കാമെന്ന് ഒരുപാട് സന്തോഷം. ഇത്തരത്തിലൊരു ഫെസ്റ്റിവലിൽ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്യുന്നതിൽ പങ്കാളിത്തം വലിയ രീതിയിൽ വരുന്നുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എന്താ തോന്നി? ഒരുപാട് സന്തോഷം. ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. കാരണം ബ്ലഡ് കേസ് ഒരുപാട് കൂടുന്നുണ്ട്. ബ്ലഡിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല. അപ്പം എല്ലാവരും ഡൊണേറ്റ് ചെയ്യാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് വരണം. വരുന്ന സിനിമ കാണുന്നതിനപ്പുറത്തേക്ക് ബ്ലഡ് പറ്റുമെങ്കിൽ കൊടുക്കണം തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ IFFKയ്ക്ക് കേരള പോലീസിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മുടെ ചെയർമാൻ പ്രേംകുമാർ സാറിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ സിനിമ എന്ന് പറയുന്ന യുവാക്കളുടെ ഒരു ഉത്സവമാണ്. സിനിമ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് കുറേ ആളുകൾ ഒരുമിച്ച് കൂടുകയും ഒരു ഉത്സവ പ്രതീതിയിൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ചലച്ചിത്രമേളയ്ക്ക് ഒരു മാനവികതയുടെ മറ്റൊരു മുഖം കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുക. സിനി ബ്ലഡ് എന്ന പേരിലാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു പൈലറ്റ് റൺ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ വരും വർഷങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. പിന്നെ പോലീസ് എന്ന് പറയുന്നത് ഇന്ന് ആധുനിക പോലീസിംഗ് സംവിധാനം ജനങ്ങളുടെ എല്ലാവിധമായ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ജനങ്ങളുടെ ഏറ്റവും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ഗുണം. അപ്പോൾ പോലീസിൻ്റെ ഒരു കൂടെയുള്ളത് അവർക്ക് വലിയൊരു ആത്മബലവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സന്നദ്ധ രക്തദാന സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്നതുകൂടിയാണ് നമ്മുടെ പോൾ ബ്ലഡ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ ഈ സിനിമ കാണാൻ വരുന്നവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, അങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാര്യം എന്താണ്? കാരണം സിനിമ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടിട്ട് പോകല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാനവികത മുഖം കൂടി നമ്മുടെ കേരളക്കാർക്കുണ്ടെന്ന് പറയേണ്ടി വരുമോ? അല്ല, അത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ചെയർമാൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ്. ചെയർമാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു മാനവികതയുടെ മുഖം കൂടി അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്.
പ്രതീക്ഷിച്ചൊരു കളക്ഷൻ കിട്ടിയോ ഇവിടുന്ന്? കുഴപ്പമില്ലാത്ത കളക്ഷനുണ്ട്, ആളുകൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ഈ രാവിലെ തൊട്ടേ വരുന്ന ഭക്ഷണം കഴിക്കാതെയൊക്കെ വരുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. അല്ലാതെ പക്ഷേ നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ട് ആളുകളുടെ ഭാഗത്തുനിന്ന്. കേരള പോലീസ് വീണ്ടും ജനകീയമാവും. തീർച്ചയായും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.